ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് വിജനമായ ഒരു വഴിയാണ്. ചാരനിറം പൂണ്ടുകിടക്കുന്ന ആകാശത്തിന് കീഴിൽ മങ്ങിയ നിലാവിൽ ഒരു വിസ്മൃതിയിലെന്ന പോലെ തനിയെ നടക്കുമ്പോൾ എവിടെ നിന്ന് പുറപ്പെട്ടു എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ആ വഴി ഏതെന്ന് പോലും ഇപ്പോൾ സംശയം തോന്നുന്നു. സ്വപ്ന സദൃശമായ ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അതങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ താൻ നടന്ന ആ വിജനമായ വഴി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഏതെങ്കിലും വഴിയാണെന്ന് തോന്നുന്നില്ല. ഓർത്തു നോക്കുമ്പോൾ അത് ഇന്നലത്തെ രാത്രിയാണെന്നും തോന്നുന്നില്ല. ഏതോ ഒരു രാത്രി, ഏതോ ഒരു വഴി, ഏതോ ഒരു കാലം. ഞങ്ങളുടെ അവർമ സ്കൂളാണിത്. ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത് ഈ സ്കൂളിലാണ്. എൻ്റെ ഓർമ്മകൾ ഈ സ്കൂൾ പരിസരവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന ഗുരുനാഥന്മാരെയും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ മനസ്സിൽ കവിതയുടെ അഗ്നിസ്ഫുലിംഗം വെച്ച് തന്നത് ഈ ഗുരുനാഥന്മാരായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആലപുരത്ത് നിന്ന് വരുന്ന VP നാരായണൻ നായർ സാറ് ഓടും മൃഗങ്ങളെ തേടിയ നിരവധി കാടകമ്പുക്കൊരു നേരത്തിങ്കൽ എന്ന് തുടങ്ങുന്ന കവിത ഞങ്ങൾ വിദ്യാർത്ഥികളെ കൊണ്ട് 9 ഈണങ്ങളിൽ പാടിപ്പിച്ച് അങ്ങനെ ഞങ്ങളുടെ മനസ്സ് കവിതയിലേക്ക് തിരിച്ചു വച്ചത് ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ സരളവും സുന്ദരവുമായ മലയാള ഭാഷ എന്ന് പറയുന്നത് മാത്യുട്ടൻ സാറിൻ്റെ മനസ്സിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. സ്കൂളിൽ നിന്നിറങ്ങിയതിന് ശേഷം എൻ്റെ സാംസ്കാരിക ജീവിതവും കലാപ്രവർത്തനങ്ങളും തുടങ്ങുന്നത് ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ്. ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ ഞാൻ നാടകം കളിക്കുകയും കഥാപ്രസംഗം പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത്. എനിക്കുള്ള ഏറ്റവും അമൂല്യമായൊരു ഓർമ്മ, എൻ്റെ കലാപ്രവർത്തനങ്ങൾക്കൊക്കെ എനിക്കൊരു ഗുരുനാഥനെ പോലെയുള്ള പുത്തമ്പരയിലെ രാമൻ സാറ് ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് എനിക്കൊരു സ്വർണ്ണ മെഡൽ കുത്തിത്തന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം കിട്ടുന്ന അവാർഡാണത്. ഇന്ന് വരെ അത് സമൃദ്ധമായി പൊലിച്ചു. പെരുമുടവൻകാവിൽ ഭഗവതി ഈ ഗ്രാമത്തിൻ്റെ അമ്മയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. മീനം 4-നും 5-നുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഈ കാവിലെ ഉത്സവം. മീനം 4-ന് താലപ്പൊലി. അണിഞ്ഞൊരുങ്ങിയ പെൺകുട്ടികൾ താലമെടുത്ത് ഓരോ വീടുകളിൽ നിന്നും വന്ന് കരിങ്ങനാട്ട് പാടത്ത് കേന്ദ്രീകരിക്കും. അവിടെ നിന്ന് ചെണ്ടമേളത്തോടും വാദ്യമേളങ്ങളോടും കൂടി കാവിലേക്ക് വരും. മനോഹരമായ കാഴ്ചയാണത്. മീനം 4-ന് താലപ്പൊലി നടക്കുമ്പോൾ എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരോർമ്മയുണ്ട്. മീനം 4-ന് വെളിച്ചപ്പാടിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഓരോ വീട്ടിലും താലപ്പൊലി എടുക്കാൻ വരും. അങ്ങനെ എൻ്റെ വീട്ടിൽ താലപ്പൊലി എടുക്കാൻ വരുമ്പോൾ എൻ്റെ അച്ഛൻ മരിക്കാൻ കിടക്കുകയാണ്. വെളിച്ചപ്പാടും മറ്റുള്ളവരും വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് വെളിച്ചപ്പാട് വാളിൻ്റെ തല കൊണ്ട് അച്ഛൻ്റെ നെറ്റിയിൽ വെച്ച് അനുഗ്രഹിച്ച് താലപ്പൊലി സംഘം വീടിൻ്റെ പടിയിറങ്ങിപ്പോയി. താലപ്പൊലി സംഘം കാവിലെത്തുന്നതിന് മുമ്പേ വീട്ടിൽ എൻ്റെ അച്ഛൻ മരിച്ചു. കൂട്ട നിലവിളികൾക്കിടയിൽ ഈ ഉത്സവത്തിൻ്റെ ആഹ്ലാദങ്ങൾ ചിതറിപ്പോകുന്നു. ഇവിടെ പുറകുവശത്ത് തോട്ടുവക്കത്ത് ആകാശം മുട്ടി വളർന്നു നിൽക്കുന്ന ഒരു ഏഴിലമ്പാലയുണ്ടായിരുന്നു. വൃശ്ചികം തനുവിൽ പാല പൂക്കുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ആകാശം നിറയെ സുഗന്ധമായിരുന്നു. തേക്കുപാട്ടിൻ്റെയും നേർത്ത മഞ്ഞിൻ്റെയും നിലാവിൻ്റെയും ഈ ഏഴിലമ്പാലയുടെയും സുഗന്ധം കൊണ്ട് അന്ന് ഈ ഗ്രാമം കോരിത്തരിച്ചിരുന്നു.